അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധനായ അല്ലാഹുവിന്റെ 99 ഇസ്മുകൾക്കാണ് നാം അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. ഈ അസ്മാഉൽ ഹുസ്നയ്ക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ മഹത്വങ്ങളാണുള്ളത്. ഈ ഇസ്മുകൾ കൊണ്ട് നാം അമല് ചെയ്യുമ്പോൾ ഈ ഇസ്മുകളുടെ ഹാദിമീങ്ങളായ മലക്കുകളുടെ സഹായം നമുക്ക് ലഭിക്കും. ഇങ്ങനെയാണ് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നാം ആത്മശമനം കണ്ടെത്തുന്നത്. നമ്മുടെ പല കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും ചൊല്ലുന്നവരാണ് നാം എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ വിഷമഘട്ടങ്ങളിൽ അതിൽ നിന്നൊരു രക്ഷ ലഭിക്കാൻ വേണ്ടി പല ഇസ്മുകളും പതിവാക്കുന്നവരാണ് എൻ്റെ മജ്ലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും. ഇതിൽ നിന്നെല്ലാം നമുക്ക് പരിഹാരം ലഭിക്കുന്നത് ഈ മലക്കുകൾ നമ്മെ സഹായിക്കുന്നത് കൊണ്ടാണ്. ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ 2 ഇസ്മുകൾ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന്റെ സമയത്ത് 99 തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഏതൊരു കാര്യവും അത് അതേ രൂപത്തിൽ അല്ലാഹു സാധിപ്പിച്ചു തരും. നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു നമുക്ക് ഹാസിലാക്കി തരും. ഏതൊരു വിഷമം കൊണ്ടാണോ, എന്തൊരു പ്രയാസം കൊണ്ടാണോ നമ്മൾ ഈ ദിക്റ് ചൊല്ലുന്നത്, ആ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കരകയറ്റിത്തരും. പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്ക് അതിൽ നിന്നൊരു രക്ഷ ലഭിക്കാൻ, ഒരു ഫത്ഹിന്റെ ബാബിനെ കാണിക്കാൻ വളരെ ഉപകാരപ്രദമായ 2 ഇസ്മുകളാണ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ്. വിജയികളുടെ വിജയം ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുത ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകളാണ് ഇത്. ഈ ദിക്റിനെ നമ്മൾ ചൊല്ലേണ്ട രൂപം യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ്. ഈ 2 ഇസ്മുകളെ ചേർത്തി യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം എന്നിങ്ങനെയാണ് 99 തവണ നമ്മൾ ചൊല്ലേണ്ടത്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം എന്നിങ്ങനെ 99 തവണ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ ചൊല്ലുക. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന ദിവസം സുബ്ഹിന്റെ സമയത്ത് ഈ ഇസ്മ ചൊല്ലിയിട്ടേ നമ്മൾ ഇറങ്ങാവൂ. ഈ 2 ഇസ്മുകൾ ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അതിൽ ഒരിക്കലും നമ്മൾ പരാജയം രുചിക്കുകയില്ല. അല്ലാഹു നമ്മെ വിജയത്തിലാക്കി തരും. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. രാജാതിരാജനായ റബ്ബിനോട് നമ്മൾ തേടുന്ന 2 തേട്ടങ്ങൾ കൂടിയാണ് ഈ 2 ഇസ്മുകളിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മാലിക്കുൽ മുലൂക്കായവൻ അല്ലാഹുവാണ്, രാജാതിരാജനായവൻ അല്ലാഹുവാണ്. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ടാണോ, ഖൽബറിഞ്ഞുകൊണ്ട് ഈ ദിക്റിനെ നമ്മൾ പതിവാക്കുന്നത്, ആ ഉദ്ദേശം എന്താണോ അത് അല്ലാഹു നമുക്ക് ഹാസിലാക്കി തരും. പരിശുദ്ധമായ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതും ഏറ്റവും മുഖ്യമായതും അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അല്ലാഹുവിൽ വിശ്വസിച്ച അചഞ്ചലമായ ഈമാനിനെ ഖൽബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തും പരലോകത്തും രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടാണ് നമ്മൾ അമല് ചെയ്യുന്നത്. ആ അമലുകൾ ചെയ്യുമ്പോൾ അതിന് വല്ലാത്ത മഹത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അമല് ചെയ്യാൻ. ഏതൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ, നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് രക്ഷ ലഭിക്കാൻ, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കാൻ, നമുക്കൊരു ഫത്ഹിന്റെ ബാബിനെ അല്ലാഹു കാണിച്ചു തരാൻ ഈ ഇസ്മുകൾ നമ്മെ സഹായിക്കും. ഈ ഇസ്മുകൾ ചൊല്ലുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഈ മജ്ലിസ് കേൾക്കുന്നത് മുതൽ എല്ലാ ദിവസവും പതിവാക്കി ഈ ഇസ്മിനെ സുബ്ഹ് നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ ചൊല്ലണം.
ഇനി ഏതെങ്കിലും ഒരു ഉദ്ദേശം നിറവേറിക്കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ വല്ല ആപത്ത് ഘട്ടങ്ങളിൽ നിന്ന്, വിഷമഘട്ടങ്ങളിൽ നിന്ന്, അതിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ ഒരു അമലായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ മജ്ലിസിൽ നിന്ന് ഏതൊരു അമല് സ്വീകരിക്കുന്ന സമയത്തും നമ്മുടെ മജ്ലിസിന്റെ മശായിഖന്മാരിലേക്ക് നമ്മൾ 7 ഫാത്തിഹ പാരായണം ചെയ്യണം. നമ്മുടെ മുമ്പ് കഴിഞ്ഞ വീഡിയോകളിൽ ആ ഫാത്തിഹ കറക്റ്റായിട്ട് നമ്മൾ ഓതി കേൾപ്പിക്കുന്നുണ്ട്. ആ ഫാത്തിഹ നമ്മൾ 7 എണ്ണം പാരായണം ചെയ്തതിന്റെ ശേഷം യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മിനെ 99 തവണ നമ്മൾ ചൊല്ലുക. നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകും. നമ്മൾ ഏതൊരു കാര്യം നിയ്യത്ത് വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ ഇസ്മിനെ നമ്മൾ ചൊല്ലുന്നത്, ആ കാര്യം അതേ രൂപത്തിൽ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തഖീങ്ങൾ ജീവിച്ചതുപോലെ വിജയികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കേവർക്കും ഈ ഇസ്മ കൊണ്ട് നമുക്ക് ശമനം നൽകുമാറാകട്ടെ. ഷിഫാഇന്റെ മജ്ലിസിന്റെ പേര് തന്നെ ശമനമുള്ള മജ്ലിസ് എന്നാണ്. അള്ളാഹുവേ, ഈ മജ്ലിസിന് നീ ശമനം നൽകണേ അള്ളാഹ്. ഈ മജ്ലിസിൽ നിന്ന് ഏതൊരു അമല് സ്വീകരിക്കുമ്പോഴും അള്ളാഹുവേ അതിൽ പരിപൂർണമായ ശമനം നീ നൽകണം റഹ്മാനെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.